ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 28 വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം ഇന്ന് ഏപ്രിലിലെ സീരീസുകൾ ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ ക്ലോസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇന്നലെ മാർക്കറ്റ് ഒരു മൺഡേ, അതായത് മാർച്ച് 24 മൺഡേയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ക്രിയേറ്റ് ലെവലിലാണ് മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഷാർപ്പായിട്ട് ഓപ്പണിംഗ് തന്നെ റൈസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ ഒരു നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് മുഴുവൻ സമയവും നിന്നിരുന്നത്. അപ്പം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് ഇങ്ങനത്തെ നാരോ റേഞ്ചുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രേഡിങ്ങിൽ. അപ്പം ഇങ്ങനത്തെ നാരോ റേഞ്ചുകൾ, അതായത് ഇതിന്റെ ഈ ഒരു ഇന്റർവെൽ, ഇതിന്റെ ഒരു ദൈർഘ്യം, ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ഇതിന് മുകളിലോട്ടോ താഴോട്ടോ മാർക്കറ്റ് പോകുമ്പോഴത്തേക്കും ഷാർപ്പായിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ നാരോ റേഞ്ചുകൾ എപ്പോഴൊക്കെ ചാർട്ടിൽ ഇൻട്രാഡേയിൽ ഫോം ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടിൽ നോട്ട് ചെയ്തിരിക്കണം. കാരണം ഇതൊരു നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആണ് തൊട്ടടുത്ത ദിവസം നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട്. ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ നാരോ റേഞ്ചുകൾ മാർക്കറ്റിൽ ഫോം ചെയ്യുമ്പോഴത്തേനും ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് മേളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലെവലുകളും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഹൈയും അല്ലെങ്കിൽ ഈ റേഞ്ചിന്റെ ലോയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. അപ്പം സപ്പോസ് ഇപ്പോൾ ഈ റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ റേഞ്ചിന്റെ ലോ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ അത് ഇപ്പൊ താഴോട്ട് പോകുന്ന തന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ 2 തവണ ബൗൺസ് ചെയ്ത ലെവലാണ് ഈ ലെവൽ. ഈ ലെവലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഇതിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ റീടെസ്റ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു പി ഓപ്ഷൻ നിങ്ങൾ ഒരു ചെറിയ SL മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിയുടെ ടാർഗറ്റ് ഈ ഒരു ലെവലായിരിക്കണം. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇൻ കേസ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കണം. പക്ഷേ ഈ ലെവൽ നിങ്ങൾക്ക് അറിയാം, അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് പോകുന്ന ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലെവലായിരിക്കണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് കോൾ ഓപ്ഷൻ ബൈയുടെ. അതായത് ഈ ഒരു റേഞ്ചിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക്, അതായത് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാൻഡലുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ചാടിക്കാരി കോൾ ഓപ്ഷൻ മേടിക്കരുത്. നമുക്ക് എപ്പോഴും നമുക്കൊരു റീട്രേസ്മെന്റിന് വെയിറ്റ് ചെയ്യണം. നമുക്കൊരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് എത്തണം, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുകയോ ചെയ്യരുത്, നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യരുത്, നമ്മൾ കൈ കെട്ടിയിരിക്കുക. ഒരിക്കലും ഒന്നിന് മുകളിൽ ഒന്നായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ടോ അല്ലെങ്കിൽ ഒന്നിന് താഴെയായിട്ടോ റെഡ് ക്യാൻഡലിൽ വരുമ്പോഴോ നമ്മൾ എൻട്രി എടുക്കരുത്. കാരണം നമുക്ക് എപ്പോഴും റീട്രേസ്മെന്റ് നമ്മളോട് വെയിറ്റ് ചെയ്യണം. അന്നത്തെ ദിവസം നമ്മൾ എൻട്രി കിട്ടുന്നെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കണ്ട. അപ്പം നമ്മൾ ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കുന്ന ട്രേഡിങ്ങിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ നമ്മളൊക്കെ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ആണ്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വേണം നമ്മൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് മേടിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക പുട്ട് ഓപ്ഷൻ മേടിക്കാൻ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ മേടിക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പം മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 23,752. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 150 പോയിന്റ് ഗ്യാപ്പ് അപ്പായിട്ടാണ് അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്നിപ്പോ നിഫ്റ്റിയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയാണ് നിഫ്റ്റിയിൽ ഇന്ന് കാണുന്നത്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏകദേശം 150 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം നിഫ്റ്റി മിക്കവാറും ഈ ഒരു ലെവൽ, അതായത് 23,756 എന്നുള്ള ലെവലിന് മുകളിലാണ് ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യേണ്ട പോസിബിലിറ്റി ആണ് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലത്തെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ചിലപ്പം ഇതുപോലെ ഒരു റേഞ്ചിൽ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടും ഇല്ല മേളിലോട്ടും ഇല്ലാതെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും.
അപ്പം അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഒരിക്കലും നമുക്കൊരു ഓപ്ഷൻ ബയേഴ്സിന് ഒരിക്കലും കാരണം ചില താഴോട്ടും പോകുന്നില്ല മേളിലോട്ടും പോകുന്നില്ല, ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് വേസ് ആയിട്ട് എൻ്റയർ ഡേ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സിനാറിയോ ഉണ്ട്. ഇനി അതല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് ട്രെൻഡിൽ നമ്മളുടെ 3-4 ദിവസം നമ്മുടെ മാർക്കറ്റ് പോയ ഒരു ദിവസങ്ങളുണ്ട്. അപ്പം ഒരു എക്സാമ്പിളായിട്ട് ഇതിപ്പം ഈ ഒരു ദിവസം കൊണ്ട്, അതായത് മാർച്ച് 24 മൺഡേയിൽ ഇതുപോലെ നല്ല ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ സെല്ലിങ് വന്നിട്ട് ആ സെല്ലിങ് നടന്ന ലെവൽ ഏതാണോ ആ ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നിങ്ങളൊരു കോൾ സൈഡിലോട്ട് നിങ്ങൾ എൻട്രി എടുക്കാവുള്ളൂ. പക്ഷെ എടുത്താൽ പോലും നമുക്ക് ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നടന്ന ലെവൽ ആയതുകൊണ്ട് നിങ്ങളുടെ ടാർജറ്റ്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ടാർജറ്റ് നിങ്ങൾ ഈ ഒരു ലെവൽ കീപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പം ഈ ലെവൽ ഓപ്പൺ ചെയ്തിട്ട് 23,730 അല്ലെങ്കിൽ 750 ലെവലിൽ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരു 100 പോയിന്റിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഈ ലെവലുമായിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ ലെവലിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു സെല്ലിങ് വന്നിട്ട് അതിനുശേഷം ആ ഒരു സെല്ലിംഗ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക്ഔട്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾ പോകാവുള്ളൂ. ഇമ്മീഡിയറ്റ് ടാർജറ്റ് ഈ 23,866 എന്ന് പറഞ്ഞ ഈ സെല്ലിംഗ് ലെവൽ ആയിരിക്കണം. ഇൻ കേസ് അത് ബ്രേക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫ്രഷ് അടുത്ത ലെവലുകൾ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരിക്കണം. ഈ റേഞ്ചിന്റെ താഴത്തെ ഓപ്പണിങ് അല്ലെങ്കിൽ ഈ റേഞ്ചിന് മുകളിലത്തെ ഓപ്പണിങ് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർജറ്റുകൾ 23,736 അല്ലെങ്കിൽ 23,866 ഈ റെസിസ്റ്റൻസ് ലെവലുകൾ അല്ലെങ്കിൽ ഈ ഫോൾ ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് താഴെയാണ് ഈ റേഞ്ചിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ റേഞ്ച് ആയിരിക്കും, അതായത് 23,456 അല്ലെങ്കിൽ 400 എന്ന് പറഞ്ഞ ഈ ലെവല്. ഇൻ കേസ് ഇതും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആ ലെവലിലൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇൻ കേസ് ഈ ലെവലും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് വെക്കാം. അപ്പം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ലെവലുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ.